പാലക്കാട് പുതുപരിയാറിന് സ്വദേശി ഗോപാലകൃഷ്ണൻ എല്ലാം മടുത്ത അവസ്ഥയിലാണ്. കിട്ടാനുള്ളത് 30 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് പാലക്കാട് പുതുപരിയാറിൻ സ്വദേശി ഗോപാലകൃഷ്ണൻ. തുക എത്രയും പെട്ടെന്ന് കൈമാറാൻ കോടതി ഉത്തരവിട്ടിട്ട് 1 വർഷം തികയുകയാണ്. എന്നാൽ ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല. ധനവകുപ്പിൽ നിന്നും പണം ലഭിക്കാതെ കുടിശ്ശിക തീർത്തു നൽകാൻ കഴിയൂ എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. വയസ്സ് 72 കടന്നതിനാൽ ആരോഗ്യം തീരെ മോശകരമായ നിലയിലാണ് ഗോപാലകൃഷ്ണൻ ഉള്ളത്. രാവിലെ ലോട്ടറി വിൽക്കാൻ പോകും, 10 ടിക്കറ്റ് വിറ്റാലായി. ഇങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഉപജീവനം നടത്തുന്നത്. തനിക്ക് കൂടുതലായി ഒന്നും വേണ്ട, അർഹതപ്പെട്ട പെൻഷൻ അനുവദിച്ചാൽ മതി എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. 2020 മെയ് മാസം മുതൽ ഗോപാലകൃഷ്ണൻ ക്ഷേമ പെൻഷൻ, EPF പെൻഷൻ ലഭിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തലാക്കിയതാണ്. EPF അംഗത്വം ഉള്ളയാളാണെങ്കിലും പെൻഷൻ ആവശ്യമായ സർവീസ് കാലാവധി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 1 വർഷം പോലും ഈ ഇനത്തിൽ ലഭിച്ചിരുന്നില്ല. കോവിഡ് കാലത്ത് പെൻഷൻ തുക നിലയ്ക്കുന്നത് ഏക ആശ്രയമായിരുന്ന മകനെ മഹാമാരി കവർന്ന് കാലത്ത് പെൻഷൻ കൂടി കിട്ടാതെയായപ്പോൾ തീരാ ദുരിതത്തിലായി. പിന്നീട് അധികാരികൾക്ക് പറ്റിയ പാകപ്പിഴവുകൾ അവരെ മനസ്സിലാക്കാൻ ഗോപാലകൃഷ്ണന് ഏറെ നടക്കേണ്ടി വന്നിരുന്നു. 2022 ജൂൺ മുതൽ ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിച്ചു. എന്നാൽ നഷ്ടപ്പെട്ട 24 മാസത്തിനു തീരുമാനമുണ്ടായിരുന്നില്ല. നീതി തേടി കോടതിയെ സമീപിച്ചു. ഒടുവിൽ കുടിശ്ശിക എത്രയും വേഗം നൽകണമെന്ന് 2023 മാർച്ച് 2 കോടതി വിധിച്ചു. എന്നാൽ കോടതി വിധി ഉണ്ടായിട്ടും ഗോപാലകൃഷ്ണന് പണം കിട്ടിയില്ല. പരാതിയുമായി നവകേരള സദസ്സിലെത്തി പണം നൽകാൻ ധനവകുപ്പ് കഴിയണമെന്ന് മറുപടി. ഒന്നും രണ്ടുമല്ല കിട്ടാനുള്ളത്. 24 പെൻഷൻ തുക കിട്ടാൻ ഈ വയസ്സാം കാലത്ത് ഇനി എത്ര നടക്കേണ്ടി വരുമെന്നാണ് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.